കണ്ണൂർ ടൗണിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 3 മണി ആവാറായി. അപ്പൊ വല്ലാതെ വിശപ്പ്. അപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കഞ്ഞിക്കടയുണ്ട്, ലേഡീസ് മാത്രം ഉള്ളൊരു കഞ്ഞിക്കട. ഭയങ്കര കഞ്ഞിയാണ്, അടിപൊളിയാണ് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഷിർഡി സായിബാബ ടീ സ്റ്റാളാണ് ഈ കാണുന്നത്. ഈ ടീ സ്റ്റാളിലാണ് ഈ പറഞ്ഞ കഞ്ഞിയും അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഉണ്ട്. മാത്രമല്ല കഞ്ഞി എന്ന് പറയുമ്പോൾ രണ്ട് ഐറ്റം കഞ്ഞിയാണ്. നമ്മുടെ അരിക്കഞ്ഞിയുണ്ട്, കുത്തരി കഞ്ഞിയുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പിന്റെ കഞ്ഞിയാണ്. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി കഞ്ഞി ഉണ്ടാവല്ലോ, കഴിഞ്ഞോ? കഞ്ഞിയുണ്ട്. അപ്പൊ കഞ്ഞിയുണ്ട് എന്നാണ് പറയുന്നത്. കഞ്ഞിന്റെ ഈ പ്രൊപ്പറേറ്റർമാരാണ് ഈ 3 ചേച്ചിമാര്. പിന്നെ എന്തൊക്കെയാണുള്ളത്? കഞ്ഞിയുണ്ട്, കഞ്ഞിന്റെ കറിയുണ്ട്, സ്പെഷ്യലായിട്ട് ഓംലേറ്റ് ഉണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, മോര് കാച്ചിട്ടുണ്ട്. മോര് കാച്ചുകൊണ്ട് ഭയങ്കര പബ്ലിസിറ്റി ആണല്ലോ നിങ്ങളുടെ. അതായത് നാടൻ മഞ്ഞളിലോട്ട് വയറ്റിലേറ്റ മറ്റേ ഇതിനെല്ലാം ഏറ്റവും നല്ലത് വന്നു. അതെ, മഞ്ഞൾ പൊതുവെ ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പം മഞ്ഞളിന്റെ മോര് പിന്നെ എന്ത് മോരുള്ളത്? പിന്നെ സാധാരണ മല്ലിയയും പൊന്നിലയും ഇഞ്ചിയിലോട്ട് ചെറുക്കിയിട്ടുള്ള മറ്റേ മോര് അല്ലേ? അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. മോര് പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് നമ്മള് തൈരുണ്ടാക്കി അത് കടഞ്ഞ് എന്നിട്ട് മോരാക്കിയിട്ട് കൊടുക്കും. അപ്പൊ ഇത് ഉണക്ക് പറയും. പിന്നെ കഞ്ഞീര അല്ലേ? കുത്തരിക്കഞ്ഞി അല്ലേ? പിന്നെ ഇതാണ് മോര് അല്ലേ? അല്ല സോറി, ഇത് കറി അല്ലേ? കഞ്ഞിക്കുള്ള കറി അല്ലേ? കറികൾ ഓരോ ദിവസം മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ചെറുപയറെപ്പോഴും ഉണ്ടാവും. ഗോതമ്പ് കഞ്ഞി അങ്ങനെ എല്ലാവരും കുടിക്കാത്തതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അല്ലേ? അല്ലല്ല, നിറയോ കഴിഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടാവും. ടൈം കഴിഞ്ഞതുകൊണ്ടാണ്. ടൈം കഴിഞ്ഞുകൊണ്ട് അല്ലേ? 3 മണി ആവാറുകൊണ്ടാണ് ഗോതമ്പ് കഞ്ഞി ഇത്ര മാത്രം. ഗോതമ്പ് കഞ്ഞി ഇപ്പൊ ടൈം ആയില്ല. ഇത് എനിക്ക് ഗോതമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കഴിച്ചുകൂടെ ഇത്? അപ്പൊ എനിക്കായിട്ട് ഇത്രയും ഗോതമ്പ് കഞ്ഞി ഇവിടെ ബാക്കിയായിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ ഭക്ഷണം. പിന്നെ അടിപൊളി കഞ്ഞിയും ഇവിടുത്തെ ഭയങ്കര പബ്ലിസിറ്റിയാണ്. അതായത് കഴിച്ച ആൾക്കാരെ കുറച്ച് അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരിലെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിച്ച ആൾക്കാർ തന്നെയാണ് ഇവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവരെല്ലാം ഈ ചേട്ടന്മാരെല്ലാം ഒരേ കുടുംബത്തിലെ ആൾക്കാർ പോലെ എല്ലാവരും നമുക്കൊരു എന്താ പറയുന്നത്. ഇത് കണ്ട, ഇതാണ് നല്ല നാടൻ മഞ്ഞളിട്ട് കാച്ചിയ മോര് അല്ലേ ചേച്ചി? അതെ. അപ്പൊ വയറിന് ഒരു കേടുമില്ലാത്ത ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്കൊന്ന് കഞ്ഞി ചെറുതായിട്ട് ഒന്ന് കുടിച്ചു നോക്കാലോ. എല്ലാം അടങ്ങി എല്ലാം ഇട്ടില്ല മോര്. മല്ലിയില, പുതിന, മറ്റേ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ടുള്ള അല്ലെ? വെച്ചിട്ടുള്ള അടിപൊളി മോര്. എന്തായാലും ഞാനിപ്പം മോര് കുടിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം മീശ. ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എല്ലാം ഇവിടുന്ന് തൈരാക്കി എന്നിട്ട് മോര് കടഞ്ഞ് വൈകുന്നേരം പോകുമ്പോ പാലിന് ഒരു ഉറവിട്ട് തൈരാക്കി വെക്കും. ഇത് നമ്മള് പുറത്ത് ഇതിൽ എന്തൊക്കെയാണ് ഇടുന്നത്? ഇതിന് ചെറുവാരി പരിപ്പുണ്ടാവും, ഗോതമ്പ്, പിന്നെ കുറച്ച് ഉലുവ, ജീരകം, മറ്റുള്ള പിന്നെ അതെല്ലാം ഉണ്ട്. അതായത് ശർക്കരക്കഞ്ഞി പോലെ തന്നെയാണ് സംഭവം അല്ലേ? ഇത് തേങ്ങാപ്പാൽ കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. എല്ലാം ഏത് സമയത്തുണ്ടാവും. ഷുഗർ പേഷ്യന്റ് എല്ലാം. ഈ ഗോതമ്പ് കഞ്ഞിന്റെ പ്രത്യേകത പറഞ്ഞു കേട്ടില്ലേ? ഇതൊരു മരുന്ന് കൂടിയാണ്. ഉലുവയുണ്ട്, അങ്ങനെ ഒരുപാട് മരുന്ന് ഒക്കെ ഉണ്ട് ഇതില്. അപ്പൊ ഈ ഗോതമ്പ് കഞ്ഞിന്റെ പ്രത്യേകതയാണ് ആവശ്യക്കാർക്ക് ഗോതമ്പ് കഞ്ഞി. ചെറുവാരി പരിപ്പേ ഇടൂല്ലോ, ചെറുവാരി പരിപ്പ് ഇടില്ല അല്ലെ? പിന്നെ തേങ്ങ പരിപ്പുണ്ട്, ചെറുവാരി മുഴുവൻ ചെറുവാരി ഇടും. പിന്നെ തേങ്ങ പിഴിഞ്ഞ പാല് അല്ലെ? ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. മോരിപ്പ് ഏതായാലും എനിക്ക് വേണ്ട. കറി വേണ്ട. കറി കുറെ ഐറ്റം ഉണ്ട്, പക്ഷെ എനിക്ക് കറി വേണ്ട. ഞാൻ അല്ലാതെ, അതായത് എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പ് കുത്തിയിട്ട് അതിനെ കൊണ്ട് കഞ്ഞി രാത്രി മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഗോതമ്പ് കിട്ടുന്നില്ല, റേഷൻ കിട്ടുന്നില്ലല്ലോ. എന്തായാലും പിടിച്ചു നോക്കട്ടെ. പഞ്ചസാര ഇട്ട് മധുരം ഇട്ട് കഴിക്കും ചിലവര്. പായസം കഴിക്കില്ല ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അത്ര അടിപൊളി കഞ്ഞിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കഞ്ഞിക്കുള്ളത്.
ഗോതമ്പ് ഏതായാലും കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. അപ്പൊ എല്ലാരും ഇവിടെ വരിക. ഇതെവിടെയെന്ന് പറഞ്ഞാൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് യോഗശാല റോഡ്. ജവഹർ ലൈബ്രറിന്റെ അതെ, ലൈബ്രറിന്റെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് കഞ്ഞി കുടിക്കണം. കഞ്ഞിയും ഒരുപാട് വക്കീൽമാരെ സെന്റർ, നമ്മളെ വക്കീൽമാരെ സെന്ററാണ് ഇവിടെ. മൊത്തം വക്കീൽമാരുടെ ഒരു ഏരിയ ആണ് ഇവിടെ. ഡോക്ടർമാരും വക്കീലന്മാരും ഏരിയ ആണ് ഈ കാണുന്നത്. അവരൊക്കെ ഇവിടെ വന്ന് തന്നെ കഞ്ഞി കുടിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ പറഞ്ഞല്ലോ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് അടുത്താണ് യോഗശാല റോഡ്. ഈ ഒരു കോംപ്ലക്സ്, ഈ കോംപ്ലക്സിന്റെ പേരെന്താ? സഫിയ കോംപ്ലക്സ്. സഫിയ കോംപ്ലക്സിലാണ്. ദോശ ചൂട് ദോശയാണ്. അതുപോലെ തന്നെ രാവിലെ വന്നതിന് ശേഷമാണ് ഇവര് ഇതെല്ലാം പ്രിപ്പറേഷൻ തുടങ്ങുക. എല്ലാ സാധനവും, അതായത് മോര്, ചമ്മന്തി എല്ലാം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു അല്ലേ? അപ്പൊ യാതൊരു മായമില്ലാതെ നന്നായി അടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിച്ച് ഇവരുടെ ആ സ്നേഹം കൂടി നമുക്ക് വരുമ്പം അത് വേറെ തന്നെ ഒരു വൈബാണ്. അപ്പൊ എല്ലാവരും വരിക. എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, കണ്ണൂർ വന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് യോഗശാല റോഡിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് എല്ലാവരും ജവഹർ ലൈബ്രറിന്റെ ജവഹർ ലൈബ്രറി. അപ്പൊ ഇവിടെ വന്ന് എല്ലാവരും കഞ്ഞി കുടിക്കുക. ഞാൻ എന്തായാലും ഈ കഞ്ഞി മുഴുവനും കുടിച്ചിട്ട് ഞാൻ പോകാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു അല്ലേ ചേച്ചി? അപ്പൊ ഈ 3 ചേച്ചിമാരാണ് ഒന്നുകൂടി കണ്ടത്. ചേച്ചിമാര് നിങ്ങളെ ഈ സ്ഥലം എവിടെ, നാട്ടിലെവിടെയാ? എന്റെ സ്ഥലം കണ്ണൂര് കുടിക്കുമട്ട. കുടിക്കുമട്ട. ചേച്ചി കണ്ണാടി ആ ഭാഗം തന്നെ അല്ലേ? അങ്ങോട്ടും അല്ലേ? ചേച്ചിയോ? പുല്ലുപ്പിക്കും. കുടിക്കുമട്ട നമ്മള് പ്രോഗ്രാം അതിന്റെ നേരെ അമ്പലത്തിലെടുത്താണ്. അമ്പലത്തിലെടുത്ത് അതെ. അതും നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത്. പൊറവൂര്, ശരിക്കും പൊറവൂര് എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ മനസ്സിലാവുന്നില്ല. അതായത് പൊറവൂര് പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്, നരസിംഹസ്വാമി ക്ഷേത്രം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അപൂർവത്തിലപൂർവം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രമാണ്. കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം കൂടിയാണ്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ അടിപൊളി ഒരു ലൊക്കേഷൻ ഉണ്ട്, അതൊക്കെ കാണാം. എന്തായാലും ആ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹമുള്ള ആളും അവിടെയും പോകാം. ചേട്ടാ നമസ്കാരം. എന്താ പേര്? അങ്ങയുടെ പേരെന്താ? എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ. ഇവിടെ തന്നെയാണ്, കണ്ണൂർ തന്നെയാണോ? കണ്ണൂർ തന്നെ കമ്പ്യൂട്ടർ സെന്റർ. കമ്പ്യൂട്ടർ സെന്റർ നടത്തുവാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കഞ്ഞി കുടിക്കാൻ? സ്ഥിരമായിട്ടാണ് ഓണർ ഉള്ള സമയത്ത് ഇവിടെ വന്നിട്ട് കഞ്ഞി കുടിക്കും. സ്ഥിരമായിട്ട് മരണപ്പെട്ടതിന് ശേഷം ഭാര്യയാണ്. നല്ല ഇവിടെ നല്ല തൃപ്തിയോട് കൂടിയിട്ട് ഉള്ള ആളാണ്. അങ്ങനെ നല്ല തൃപ്തിയോട് കൂടി കഞ്ഞി വയറിനൊന്നും ഒരു കേടും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. വളരെ തൃപ്തിയോടുകൂടി എല്ലാം പല ദൂരങ്ങളിലെ ആൾക്കാർ. അതെ അതെ. അപ്പൊ അങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും വന്നത്. അപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ ഇവരെ ചെയ്യാതിരിക്കാൻ വയ്യാൻ തോന്നുന്നു. അതുകൊണ്ടാണ് വീഡിയോയും കൂടി ചെയ്യുന്നത്. മുമ്പേ മാധവനെല്ലാം ഉണ്ടായിരുന്നു. അതെ, മാധവനിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടുത്തെ കഞ്ഞിയുടെ പ്രശസ്തി പേപ്പറിലൂടെ എല്ലാ സ്ഥലത്തും. അതോ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. കണ്ടതിലും സംസാരിക്കാൻ കഴിഞ്ഞാലും. അപ്പൊ ചേട്ടൻ എന്നാൽ കഞ്ഞി കുടിക്കും, ഞാൻ കഞ്ഞി എടുക്കുക. ഇതാ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗോതമ്പ് കഞ്ഞിയാ വാങ്ങിയത്. എല്ലാ ഐറ്റംസ് ഉണ്ട്. അതെ, പക്ഷെ എനിക്ക് ഗോതമ്പ് കഞ്ഞി സെപ്പറേറ്റ് ആയിട്ട് ഗോതമ്പ് കഞ്ഞി തന്നെ കുടിക്കാനായിട്ട് കമ്പ്യൂട്ടർ സെന്റർ. നല്ല സാധനം കിട്ടുന്ന എവിടെയായാലും ആൾക്കാർ ഇങ്ങനെ ഒഴുകിയെത്തും. അപ്പോൾ അടുത്തവരോട് പറയും ഇവിടുത്തെ എക്സ്പീരിയൻസ്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരും. 25 വർഷമായിട്ട് ഈ ഒരു ഷോപ്പ് ഇവിടെ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, അത് രക്ഷയില്ലാത്തതാണ്. കാരണം അതിൽ ഉലുവ, അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ്, പിന്നെ ജീരകം, അതുപോലെ മറ്റ് എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടാണ്. ശരിക്കും വയറിനൊരു കേടില്ലാതെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും മാറും, ദാഹവും മാറും, അതുപോലെ തന്നെ അസുഖവും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നല്ലൊരു കഞ്ഞി ആണ്. ഞാനും ഇപ്പം കുടിച്ചത് അങ്ങനെയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ചെറിയ പൈസയിലേ ഉള്ളൂ, 35 രൂപക്ക് കഞ്ഞിയും അതുപോലെ ഒരു ഉപ്പേരി, തോരൻ, ഒരു കറിയും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായി. പിന്നെ എക്സ്ട്രാ ആയിട്ട് മുട്ട ആംപ്ലേറ്റ്, അതുപോലെ ഉണക്ക് മുള്ളൻ വറവ്, അങ്ങനെ എന്തെങ്കിലും മേടിക്കൽ അതിനൊരു എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ വൈകിട്ട് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഇലയടയുണ്ട്. ഇലയുടെ അടുപ്പത്ത് നിന്നാണ് എടുത്തു തരിക. ഇലയടയുണ്ട്, ദോശയുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം വൈകിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഈ ചേച്ചിമാരുടെ ആ ഒരു സ്നേഹവും എല്ലാം കൂടിയാകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ണൂർ എത്തുന്നവർക്ക് രാവിലെ മാത്രമല്ല, ഉച്ചക്ക് മാത്രമല്ല, വൈകിട്ട് 7 മണി വരെ ഇവിടുന്ന് ചായയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എല്ലാവരും മാക്സിമം ഇതൊന്ന് ഉപയോഗിക്കാൻ നോക്കുക. നമ്മൾ മറ്റുള്ള ഷോപ്പിലൊക്കെ പോയാലെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡും അതുപോലെ അതൊക്കെ എങ്ങനെയുള്ളതാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. എല്ലാവരും ഈ ഒരു ഷോപ്പിലേക്ക് വരിക, അനുഭവിക്കുക. ഇവിടെ കഞ്ഞി മാത്രമല്ല, രാവിലെ 8 മുതൽ തുറന്ന് പ്രവർത്തിച്ചാൽ വൈകിട്ട് 6 മണി വരെ, 6:30 വരെ അല്ലെ. ചായയുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ടുള്ള കടിയുണ്ട്, അതും അടിപൊളിയായിട്ട് കഴിക്കാം. അതിന്റെ ഹൈലൈറ്റ് അപ്പടപ്പണ്ണി ഉണ്ടാക്കി കൊടുക്കുക, ഉണ്ടാക്കി വെക്കില്ല, ചൂടോടുകൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇലയടയാണ് ഹൈലൈറ്റ് തോന്നുന്നു അല്ലേ. പിന്നെന്താ ചായക്കടിയുള്ളത്? പിന്നെ 10 നെയ്പ്പത്തലുണ്ട്, വൈകുന്നേരം നെയ്പ്പത്തല്, ഇലയട, പിന്നെ പരിപ്പ് വട, ചെറിയ പരിപ്പ് വട. ചെറിയ പരിപ്പ് വട അല്ലേ? 5 രൂപയുടെ ചെറിയ പരിപ്പ് വട. ഇനി പോരാട്ടം ഇതിന്റെ ഏറ്റവും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് പ്രിയപ്പെട്ട ആളല്ലേ പ്രവരാട്ടം മനസ്സിലാവും. പ്രവരാട്ടം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അല്ലേ? കൊല്ലായി ഇവിടെ 25 വർഷമായിട്ടായി. 25 വർഷമായി. അടിപൊളി. അപ്പോ ഒരുപാട് പേർക്ക് ഇങ്ങനെ കഞ്ഞി വെച്ചിട്ട് വിളമ്പി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. ഇതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, അതിനപ്പുറം വേറെ ഒരു പുണ്യ കർമ്മമില്ല. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല അല്ലെ. നമ്മൾ എത്ര വേണമെങ്കിലും വയറ് നിറയെ കൊടുക്കും, എത്ര വേണമെങ്കിലും കൊടുക്കും. അതാണ് നമ്മുടെ വേറൊരു പ്രത്യേകത. വീട്ടില് നമ്മളിപ്പം 35 രൂപയ്ക്ക് അത്രയും നിന്നിട്ട് അങ്ങനെ കൊടുക്കില്ല, ഇഷ്ടം പോലെ വയറ് നിറയെ എത്ര വേണമെന്നുണ്ടെങ്കിൽ, എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. ചേച്ചിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. അവരെന്ത് ചെയ്യുന്നത്? പിന്നെ മോളെ കല്യാണം കഴിച്ച് അവളെ ഭർത്താവിന്റെ വീട്ടില്, പിന്നെ മോൻ പുറത്താണ്, ഗൾഫിലാണല്ലേ. അപ്പൊ എന്നാ പിന്നെ എല്ലാവർക്കും ആശംസമായിരുന്നു. ഒരുപാട് കാലം ഇതേപോലെ കഞ്ഞിയും കറിയും വിളമ്പിയിട്ട് ആൾക്കാർ വിശക്കായിട്ടുക. അപ്പൊ അങ്ങനെയുള്ള ആശംസ അറിയിക്കുന്നു.